സൂര്യക്ക് ഇത് വലിയ നേട്ടമാണ്. കാരണം സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ പോയിട്ട് പരമ്പര നേടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. 3-1 ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. സൂര്യ എന്ന ക്യാപ്റ്റന്റെ കീഴിലാണ് ഇന്ത്യ ഈ ചരിത്ര നേട്ടം നേടിയിരിക്കുന്നത്. ഈ ഒരു നേട്ടത്തിൽ വലിയ പങ്ക് സഞ്ജുവിനുണ്ട്, അതുപോലെ തിലക് വർമ്മയ്ക്കും. ഇന്നത്തെ 4 T20 ജയിച്ച് സൂര്യകുമാർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗത്ത് ആഫ്രിക്ക നാണം കെട്ടു. ഇന്ത്യയുടെ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇന്ന് പരമ്പര നേടി ക്യാപ്റ്റൻ സൂര്യകുമാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ക്യാപ്റ്റൻസിയിൽ ഈ ഒരു പരമ്പര അതെൻ്റെ സ്വപ്നമായിരുന്നു. ഞാനത് നേടിയിരിക്കുകയാണ്. എനിക്കിത് നേടിത്തന്നത് സഞ്ജുവും തിലക് വർമ്മയുമാണ്. ഇവരാണ് അടുപ്പിച്ച് 2 സെഞ്ചുറി നേടിയിരിക്കുന്നത്. ഇവരുടെ ബാറ്റിംഗ് മികവാണ് കളി ജയിക്കാൻ കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ നന്ദി പറയുന്നത് സഞ്ജുവിനോടും തിലകിനോടുമാണ്. അതുപോലെ ബൗളേഴ്സും നല്ല പ്രകടനം കാഴ്ചവെച്ചു. കോച്ച് ഗംഭീർ എന്നോടൊരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ: ഈ ഒരു T20 പരമ്പര നീ നേടിത്തരണം. ഗംഭീർ എന്നോട് പറഞ്ഞ വാക്കുകൾ ഞാൻ അതുപോലെ തന്നെ പാലിച്ചിരിക്കുകയാണ്. സഞ്ജു ഫോം ആയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി അങ്ങോട്ട് T20യിൽ സഞ്ജു ആയിരിക്കും ഇന്ത്യയുടെ ഓപ്പണർ. ഗംഭീറും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. കളി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും വരാൻ പോകുന്ന T20 സീരീസിൽ ഇതേ കളി ആവർത്തിക്കുമെന്ന് സൂര്യകുമാർ വ്യക്തമാക്കി. സഞ്ജുവും തിലകും ഇനി T20 ടീമിൽ സ്ഥിരമായിരിക്കും. അതുപോലത്തെ പ്രകടനമാണ് 2 താരങ്ങളും കാഴ്ചവെച്ചത്. സഞ്ജു 2 കളി ഡെക്കായിരുന്നു. അതുമാത്രമാണ് ഒരു നെഗറ്റീവ്. ബാക്കിയുള്ള എല്ലാ മാച്ചിലും സഞ്ജു സെഞ്ചുറി അടിച്ചു. സഞ്ജുവിൻ്റെ പ്രകടനമാണ് ഹൈലൈറ്റ് ആയത്. എന്തായാലും സൗത്ത് ആഫ്രിക്ക നാണം കെട്ടിയിരിക്കുകയാണ്. അവരുടെ നാട്ടിലാണ് കളി, എന്നിട്ടാണ് സൗത്ത് ആഫ്രിക്ക തോറ്റിരിക്കുന്നത്. ഇനി അങ്ങോട്ട് സഞ്ജുവിൻ്റെ കാലമാണ് വരാനിരിക്കുന്നത്. രോഹിത് ശർമ്മയുടെ പകരക്കാരൻ ഇനി സഞ്ജു തന്നെയാണ്. അതിലാർക്കും തന്നെ സംശയം ഉണ്ടായിരിക്കില്ല. ഇനി നമുക്ക് അടുത്ത സീരീസിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.